പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF തരംഗം എന്നാണ് പൊതുവിൽ മാധ്യമങ്ങളും UDFകാരും വിശേഷിപ്പിക്കുന്നത്. ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണെന്നാണ് കോൺഗ്രസും ലീഗും പറയുന്നത്. ചില മാധ്യമങ്ങൾക്കും ഇതേ അഭിപ്രായം തന്നെയാണുള്ളത്. എന്നാൽ ഇക്കാര്യം വസ്തുനിഷ്ഠമായിട്ടൊന്ന് പരിശോധിച്ചാലോ? ആദ്യമേ പറയട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തങ്ങളായ വോട്ടിംഗ് പാറ്റേൺ തന്നെയാണ് നിലനിൽക്കാറുള്ളത്. അത് ഒരളവ് വരെ ശരി തന്നെയാണ്. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കടുത്ത രാഷ്ട്രീയമില്ലാത്തവർ വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യാറുണ്ട്. ഒരു പരിധിവരെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യാറുണ്ടെങ്കിലും ജില്ലാ പഞ്ചായത്തിലേക്ക് പക്ഷെ പലപ്പോഴും രാഷ്ട്രീയം തന്നെയായിരിക്കും മുഖ്യ പരിഗണനാ വിഷയം. ആ അർത്ഥത്തിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ലഭിച്ച വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള മുന്നണികളുടെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ UDFന് 80 സീറ്റുകളും LDFന് 58 സീറ്റുകളും NDAക്ക് 2 സീറ്റുകളുമാണ് ലഭിക്കുക. എന്ന് വെച്ചാൽ കേവല ഭൂരിപക്ഷമായ 71 സീറ്റിനേക്കാൾ 9 സീറ്റുകൾ UDFന് കൂടുതൽ ലഭിക്കും എന്നാണ് ഈ ഫലം സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ LDFന് ഭരണം പോകുമെന്ന് ഉറപ്പ്, അല്ലെ? എന്നാൽ അവിടെയാണ് നമ്മൾ ഒരു വർഷം മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതേപോലെ നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചത്. അതിൽ LDFന്റെ അവസ്ഥ അതിദയനീയമായിരുന്നു. 2024 ജൂൺ മാസത്തിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 110ലും UDF ആണ് മുന്നിട്ട് നിന്നത്. LDF വെറും 19 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് മുന്നിട്ട് നിന്നതെങ്കിൽ അന്ന് NDA 11 സീറ്റിലും മുന്നിലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു വർഷത്തിനിപ്പുറം നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ 110 സീറ്റുണ്ടായിരുന്ന UDFന് 30 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ട് കുറഞ്ഞ് 80 സീറ്റായപ്പോൾ 2024 19 സീറ്റ് ഉണ്ടായിരുന്ന LDF 39 സീറ്റ് വർദ്ധിപ്പിച്ച് അത് 58 സീറ്റിലേക്ക് ഉയർത്തി. അതേസമയം ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു എന്ന് വീമ്പ് പറയുന്ന BJP മുന്നണിയോ 2024 11 നിയമസഭാ മണ്ഡലത്തിൽ മുന്നിൽ നിന്ന NDA ഇപ്പോഴത്തെ കണക്കിൽ 2 സീറ്റിലേക്ക് കൂപ്പുകുത്തി. എന്ന് വെച്ചാൽ ഒരു വർഷം കൊണ്ടുണ്ടായ സീറ്റിലെ മാറ്റത്തിൽ തന്നെ വലിയ വ്യത്യാസം പ്രകടമാണ്. ആ അർത്ഥത്തിൽ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഈ വിജയം ആവർത്തിക്കാനാവുമെന്ന് സാമാന്യേന കരുതാൻ നിർവാഹമില്ല. സംസ്ഥാന സർക്കാരിനെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും തന്നെയായിരിക്കും മുഖ്യ പ്രചരണ വിഷയം. അതിനുദാഹരണമായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20ൽ ഒരു സീറ്റിൽ മാത്രം വിജയിച്ച, എന്ന് വെച്ചാൽ 19 സീറ്റും UDF കൊണ്ടുപോയി. LDF ഒരു സീറ്റിൽ മാത്രമാണ് വിജയിച്ചതെങ്കിൽ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുവരെയുള്ള ചരിത്രം തിരുത്തി 99 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ തുടർ ഭരണത്തിലെത്തി LDF. പിന്നെ പറയുന്ന ഒരു കാര്യം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും കേരളം ഇടതുപക്ഷത്തിനൊപ്പമാണ് നിന്നിട്ടുള്ളത്. ആ ശീലമാണ് ഇപ്പോൾ തിരുത്തിയത് എന്നാണ്. എന്നാൽ ആ പറയുന്നതും ഒരു നുണയാണ്. കൂടുതൽ പുറകോട്ടൊന്നും പോകണ്ട. 2010 അതായത് ഏകദേശം 15 വർഷം മുമ്പുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം മാത്രം നോക്കിയാൽ മതി. അന്ന് ആകെ ഉണ്ടായിരുന്ന 978 ഗ്രാമപഞ്ചായത്തുകൾ, അന്ന് ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം കുറച്ച് കൂടുതലായി, കാരണം അതിനുശേഷം പല ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളായി മാറിയതുകൊണ്ടാണ്. ആ 978 ഗ്രാമപഞ്ചായത്തുകളിൽ 582ലും വിജയിച്ചത് UDF ആണ്. ഇപ്പോൾ UDFന് 502ആണ്. ഇപ്പോൾ 152 ബ്ലോക്ക് പഞ്ചായത്തിൽ 79 സീറ്റിൽ വിജയിച്ച UDFന് അന്ന് 152ൽ 92 സീറ്റ് ലഭിച്ചിരുന്നു. ഇപ്പൊ 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7 LDFനും 7 UDFനുമാണെങ്കിൽ അന്ന് 2010 14ൽ 8ഉം UDFനായിരുന്നു. എന്നിട്ടും തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ആ വിജയത്തിന്റെ 4 അയലത്തെത്താനായില്ല എന്നതും ചരിത്ര സത്യമാണ്. ഇതെല്ലാം മറച്ചു വെച്ചാണ് ഇപ്പോൾ UDFും ഒരു വിഭാഗം മാധ്യമങ്ങളും ചേർന്ന് ഈ പ്രചരണം വ്യാപകമായി അഴിച്ചുവിടുന്നത്. എന്നാൽ അതൊന്നും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏശില്ല എന്നതാണ് ഞാൻ ഈ പറഞ്ഞ മുൻകാല തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ നിന്നും ബോധ്യപ്പെടുന്നത്. സമഗ്രമായ സാമൂഹിക വികസന സൂചികയിൽ ഇന്ന് ഇന്ത്യയിൽ ഒന്നാമതായി നമ്മുടെ കേരളം തല ഉയർത്തി നിൽക്കുന്നത് കേരളത്തിലെ ഇടതുഭരണത്തിന്റെ നേട്ടമാണ് എന്ന് UDFകാർ പോലും സ്വകാര്യമായി അംഗീകരിക്കുന്ന കാര്യമാണ്. സൗജന്യ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും സൗജന്യ ചികിത്സയുടെ കാര്യത്തിലായാലും സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ കാര്യത്തിലായാലും കേരളം ഇന്ത്യക്കെന്നല്ല ലോകത്തിന് തന്നെ മാതൃകയാണ്. പശ്ചാത്തല വികസനത്തിന്റെ കാര്യത്തിലും വൈദ്യുതി മേഖലയിലും കഴിഞ്ഞ 9.5 വർഷം കേരളം ആർജിച്ച നേട്ടം സമാനതകളില്ലാത്തതാണ്. എന്നും പഴി കേട്ടിരുന്ന ഒരു മേഖലയായിരുന്നു വ്യവസായ മേഖല. ആ വ്യവസായ മേഖലയിലെ വളർച്ചയിൽ കേരളം രാജ്യത്ത് ഒന്നാമതായതും ഈ കാലയളവിലാണ് എന്ന കാര്യം നമ്മൾ മറന്നുകൂടാ. ശിശുമരണ നിരക്ക് കുറക്കുന്ന കാര്യത്തിൽ നമ്മൾ മത്സരിച്ചതും ജയിച്ചതും അമേരിക്കയോടാണ്. മാതൃമരണ നിരക്ക് കുറച്ചതിലും നമ്മൾ തന്നെയാണ് മുന്നിൽ. കേരളത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം ആയുസ് കൂടുന്നു. നമ്മൾ മലയാളികൾ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ജീവിക്കുന്നവരെക്കാൾ 8-10 വയസ്സ് കൂടുതൽ ജീവിക്കുന്നുണ്ട് എന്നത് നമ്മുടെ ഈ സാമൂഹിക മുന്നേറ്റങ്ങളുടെ ദിശാസൂചികയായി കണക്കാക്കാം.
ഇവയെല്ലാം ഈ രണ്ട് പിണറായി സർക്കാരുകളെ വിലയിരുത്താനുള്ള അളവുകോലാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ നമ്മുടെ സാമാന്യ യുക്തിക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില ഫലങ്ങളാണ് പലയിടത്തും ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഉദാഹരണമാണ് ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ വിജയം, മറ്റൊന്ന് എറണാകുളം കോർപ്പറേഷനിലെ UDFന്റെ വിജയം, അതേപോലെ തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള UDFന്റെ സമ്പൂർണ്ണമായ ആധിപത്യം, കൂടാതെ വയനാട്ടിലെ UDFന്റെ വിജയം. ഇതെല്ലാം നമുക്കൊന്ന് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു അവസരത്തിൽ വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.